ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൽ ഒരു ഫ്രണ്ട് ക്യാമറ എന്തായാലും ഉണ്ടാകും. എന്തിനാണ് ഈ ഫ്രണ്ട് ക്യാമറ? നമുക്ക് സെൽഫി എടുക്കാൻ അല്ലേ? സെൽഫി ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്നാൽ അതിന് മാത്രമല്ല, ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്. ഉടനെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ആ ഫ്രണ്ട് ക്യാമറയിൽ ഒന്ന് ടച്ച് ചെയ്യാണ്. ഉടനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി ഞാൻ വീണ്ടും ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ആ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഇവിടെ പവർ ഓഫ് ചെയ്യുന്ന മെനുവും റീസ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ നൊച്ചിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും സ്പീഡായിട്ടും മൊബൈൽ യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള ചില ട്രിക്കുകൾ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ഞാനൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഈ കാണിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 2-3 പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ മുകളിൽ ഇടതുവശത്ത് ക്ലോസ് ചെയ്യുന്ന ഒരു ഇൻഡോ മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും മുകളിലുള്ള സിംഗിൾ ടച്ച് എന്ന ഭാഗം മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ലോങ് ടച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈഫ് ടൈം പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടൂ, പിന്നെ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻസുകളൊക്കെ തന്നെ നമുക്ക് സിംഗിൾ ടച്ചിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനു മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെക്കോർഡ് പെർമിഷൻ എന്ന ഏറ്റവും മുകളിലെ ഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടച്ച് ദ നോച്ച് എന്ന ഭാഗത്ത് ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എഗ്രി എന്ന ഭാഗത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന ഭാഗത്ത് നമുക്ക് ഒന്ന് ടച്ച് ചെയ്യണം. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ഓഫിലാണുള്ളത്. ജസ്റ്റ് അവിടെ നിന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓക്കെ കൊടുത്തിട്ട് അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് വരാം. ഇപ്പോൾ പെർമിഷൻ അലോ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടെ ആ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയിക്കോളും. ഇവിടെ സിംഗിൾ ടച്ച് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ഞാനിപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ആ ഒരു ക്യാമറയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ഉടനെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് താഴെ ഓപ്പൺ ദ പവർ ബട്ടൺ, ലോങ് പ്രസ് മെനു ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അതൊന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ക്യാമറയിൽ ഞാനിവിടെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ പവർ ബട്ടണും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടണും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഓപ്ഷനും, ഇതിൽ കാണിക്കുന്ന ഏത് ഓപ്ഷനും നമുക്ക് ആ ക്യാമറയുടെ ആ നൊച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ ഓപ്പൺ സെലക്ട് ആപ്പ് എന്നുണ്ട്. അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സപ്പ് തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് വാട്സപ്പ് നമുക്ക് കാണാൻ സാധിക്കും. വാട്സപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആ ഒരു ക്യാമറയിലേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത ഉടനെ തന്നെ എൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയുടെ ആ ഭാഗത്ത് ആ നൊച്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഭവം, അതൊക്കെ ആ ഒരു നൊച്ചിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്കാകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.